നമസ്കാരം. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിച്ചുള്ള അതിക്രമം ആവർത്തിക്കരുതെന്ന് നടി വിൻസി അലോഷ്യസ്. പത്തനംതിട്ടയിൽ ഭീമ ജുവലേഴ്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിന് ശേഷം നടി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സിനിമാ മേഖലയിൽ മാറ്റമുണ്ടാകണം. സൂത്രവാക്യം സിനിമയുടെ IC ഇന്ന് ചേരുന്നുണ്ട്. അതിൽ താൻ ഇന്ന് പങ്കെടുക്കും. അതിൽ തന്റെ നിലപാട് വ്യക്തമാക്കും. താൻ പരാതി ഉന്നയിക്കാനുണ്ടായ സാഹചര്യം വിശദമാക്കുമെന്ന് വിൻസി അലോഷ്യസ് പറയുന്നു. നമ്മുടെ ഞാൻ കൊടുത്ത പരാതിയുടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡ് സിനിമ ദേ വിൽ ടേക്ക് വൺ ആക്ഷൻ. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് സിനിമയുടെ ഔട്ട്സൈഡ് ആവുമ്പോഴാണ് എനിക്ക് സിനിമയിലാണ് മാറ്റം വരുന്നത്. സോ ഞാൻ അതിലേക്ക് സ്റ്റക്ക് ചെയ്യുന്നു, സ്ട്രോങ് ആയി സ്റ്റക്ക് ചെയ്യുന്നു. ആൻഡ് ഫോർ ഓൾ മീഡിയാസ് താങ്ക് യു. നിങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടുള്ളപ്പോൾ എനിക്കറിയാം എന്താണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തത്. താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് ഇപ്പം ഭീമയുടെ ഇനാഗ്രേഷൻ ആണ്. ലെറ്റ്സ് സ്റ്റക്ക് ടു ദാറ്റ്. ആൻഡ് താങ്ക് യു. ഇതിന്റെ ഇനി തുടർന്നുള്ള നടപടികളും അല്ലെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് ഇതിന് വേണ്ടി അറിയാൻ പറ്റുമായിരിക്കും. സോ ലെറ്റ്സ് ഐ സ്റ്റക്ക് ടു മൈ സ്റ്റേറ്റ്മെന്റ്. ഞാൻ എവിടെയും മാറ്റിയില്ല. പരാതിയായിട്ട് മുന്നോട്ട് നിയമ നടപടികളായിട്ട് പോയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ പരാതി പിൻവലിക്കുന്നില്ല. കൂടുതൽ ചേംബറിന് ലീക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് മാതൃഭൂമിയാണ് എന്നോട് ഫിലിം ചേംബറിൽ നിന്നുമാണ് അത് ലീക്ക് ആയതെന്ന് പറഞ്ഞത്, വിവരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞത്. പക്ഷേ അതൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമായിരുന്നില്ല. ദാറ്റ്സ് വൈ ഐ ബ്ലെയിം സജി നസ്യ. ഐ ഫീൽ സോറി ഫോർ ദാറ്റ്. വേറൊരു കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്യാണ്. പരാതി സമർപ്പിക്കുന്നതിന് മുന്നേ ഹൈദരലി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടറിന് ഓൾറെഡി പരാതി കിട്ടിയെന്ന് പറഞ്ഞു, അമ്മയിൽ നിന്നും പരാതി കിട്ടിയെന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ കൂടെ ഐ നീഡ് ടു നോ ബിഫോർ ബ്ലെയിമിങ് എനി അസോസിയേഷൻ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനില്ല, പോലീസിലൊന്നും പരാതി നൽകാനുമില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള നിലപാടാണ് എന്നും വിൻസി അലോഷ്യസ് പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് നടി വിൻസി അലോഷ്യസ് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ലഹരി ഉപയോഗിച്ച് നടിയോട് മോശമായി പെരുമാറിയത് സംബന്ധിച്ച് ഫിലിം ചേംബറിന് പരാതി നൽകിയത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ഈ വീട്ടിലൊരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ എങ്ങനത് കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം പെങ്കുചെറണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട. ഏപ്രിൽ 21 മുതൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു.